1993 മാർച്ച് മാസം 16 ബംഗ്ലാദേശിലെ ബോല പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വരികയാണ്. കാലിബാരി സ്ട്രീറ്റിൽ ഒരു കൂട്ട കൊലപാതകം നടന്നിരിക്കുന്നു. ഒരു കുടുംബത്തിലെ എല്ലാവരും തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. ഉടൻ തന്നെ പോലീസുകാർ ആ കാലിബാരി സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. ഒരുപാടധികം ജനങ്ങളുണ്ട്. ഈ 1993 ഇങ്ങനെയുള്ള കൊലപാതകവും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾക്കാർ പരിഭ്രാന്തിയാവും. മാത്രമല്ല ആ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് അവർ പോകാറുമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സ്ട്രീറ്റിലും അത്രയധികം ജനക്കൂട്ടം ഉണ്ടായിരുന്നത്. കാരണം അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും മനസാക്ഷിയെ നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ പരിഭ്രാന്തിയോടെയായിരുന്നു നിന്നിരുന്നത്. പലരുടെയും മുഖത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭയം നിഴലിച്ച് നിന്നിരുന്നു. പോലീസുകാർ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്നതിന് ശേഷം വീട്ടിനുള്ളിലേക്ക് കടക്കുകയാണ്. കടക്കുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച, 2 പുരുഷന്മാര് ആ ഒരു വീടിന്റെ സ്വീകരണ മുറിയിൽ മരിച്ചിടക്കുന്നു. ആ വീടിന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വീടാണ്, ഒരു കുടില് പോലത്തെ ഒരു വീടാണ്. കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു പാവപ്പെട്ട വീടാണെന്ന് തന്നെ പറയും. കാരണം അത്രയ്ക്കൊന്നും സമ്പത്തുള്ള ഒരു വീടല്ല, വളരെ ചെറിയൊരു കുടില് പോലത്തെ ഒരു വീടാണ്. ആദ്യം തന്നെ ഒരു സ്വീകരണ മുറിയാണ്. അതിന്റെ അടുത്തായിട്ട് ഒരു ചെറിയ മറ്റൊരു മുറിയുമുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ചെറിയൊരു അടുക്കളയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സ്വീകരണ മുറിയിലേക്ക് കയറുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വെച്ചാൽ 2 പുരുഷന്മാരവിടെ മരിച്ചു കിടക്കുന്നു. മാത്രമല്ല അകത്ത മുറിയിലേക്ക് നോക്കിയ സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരു കട്ടിലിൽ ഒരു സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നു. ആ സ്ത്രീ അർദ്ധനഗ്നയാണ്. മാത്രമല്ല ആ സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാടധികം മുറിവുകളുണ്ട്. വയറ് കീറിയ നിലയിലായിരുന്നു ആ സ്ത്രീയുടെ ബോഡി ഉണ്ടായിരുന്നത്. പോലീസുകാർ അങ്ങനെ ആ 3 ബോഡിയും പരിശോധിക്കുകയാണ്. അങ്ങനെ 3 ബോഡിയും പരിശോധിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ സ്വീകരണ മുറി കിടക്കുന്ന 2 പുരുഷന്മാരിൽ ഒരാൾ മരണപ്പെട്ടിട്ടില്ല. പുരുഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു 19 വയസ്സുള്ളൊരു യുവാവ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു യുവാവ് മരണപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം പോലീസുകാർ മനസ്സിലാക്കുകയാണ്. ഉടനെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് അവർ ആ ഒരു യുവാവിനെ മാറ്റുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇത് കണ്ടത്, ഇത് കാണാനുണ്ടായ സാഹചര്യം എന്താണ്, ആരാണ് ആദ്യം കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരോട് നിന്നിരുന്ന ആൾക്കാരോട് അന്വേഷിക്കുകയാണ്. അപ്പൊ അന്ന് നിന്നിരുന്ന ആൾക്കാരിൽ നിന്നും ഒരു യുവതി മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, എൻ്റെ പേര് അൻസി എന്നാണ്, ഞാൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്നത്, അവിടെ മരണപ്പെട്ട് കിടക്കുന്ന സ്ത്രീയുടെ പേര് സുബൈദ എന്നാണ്. അപ്പം ആ സ്ത്രീ എന്ന് പറയുന്നത് ഒരു 2 വർഷം മുൻപ് ആക്സിഡന്റ് പറ്റി തളർന്നു പോയൊരു യുവതിയാണ്. ആ യുവതിക്ക് സംസാരിക്കാൻ ശേഷിയില്ല. മാത്രമല്ല കഴുത്തിന് താഴേക്ക് തളർന്നു കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അപ്പം ഈ യുവതിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഹെൽത്തിലെ സിസ്റ്റർമാര് വന്ന് നോക്കാറുണ്ട്. അപ്പൊ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് ഈ അൻസി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു അൻസി വന്ന് പരിശോധിക്കാനായിട്ട്, അതായത് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവരെ ചെക്കപ്പ് ചെയ്യാനായിട്ട്. വന്ന സമയത്ത് ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതായിട്ടുള്ള ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടു. അതായത് ഇവർ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് കണ്ടു. അപ്പം അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോകണം ഇവരുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സുബൈദയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം അവർ വരികയാണ് ചെയ്തത്. അതായത് ഈ മാർച്ച് മാസം 16 അവരവിടേക്ക് വരികയാണ് ഉണ്ടായത്. വന്നിട്ട് കുറെ നേരമായിട്ടും ഈ സുബൈദയെ വിളിച്ചിട്ടൊന്നും ആരും വാതിലൊന്നും തുറക്കുന്നില്ലായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് വാതിൽ എന്താ തുറക്കാത്തതെന്ന് വിചാരിച്ചുകൊണ്ട് വാതിൽ പിടിച്ച സമയത്ത് തന്നെ വാതിൽ തുറന്നു വരികയാണ് ചെയ്തത്. അങ്ങനെ അവരകത്തേക്ക് കണ്ടപ്പം കാണുന്ന കാഴ്ച ഈ ഹാളിൽ, അതായത് സ്വീകരണ മുറിയിൽ 2 പേര് മരിച്ചു കിടക്കുന്നതാണ്. മാത്രമല്ല അവർക്ക് ഭയമായി പോയി. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ പോലീസുകാരെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഈ അൻസി പറയുകയാണ്. അപ്പം ഈ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഈ തളർന്നു പോയ യുവതി എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത് എന്ന് വല്ലതും നിങ്ങൾ അറിഞ്ഞോ, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം തിരക്കുകയാണ്. അപ്പൊ തിരക്കുന്ന സമയത്ത് ആ യുവതി പറയുകയാണ്, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഭർത്താവ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർക്ക് ആക്സിഡന്റ് പറ്റിയതിന് ശേഷം അവർ തമ്മിൽ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് പ്രഗ്നന്റ് ആയെന്നുള്ളത് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ സിസ്റ്ററിനോട് ഭർത്താവ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണ്. ആ ഭർത്താവിന്റെ പേര് എന്ന് പറയുന്നത് അമിനുൽ ഹക്കുയി എന്നായിരുന്നു ആ ഭർത്താവിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പം ആ ഭർത്താവിനോട് കാര്യങ്ങൾ തിരക്കിയ സമയത്ത് ഇതാണ് അറിഞ്ഞതെന്ന് പറഞ്ഞ സമയത്ത് ഈ സിസ്റ്റർ പറയുകയുണ്ടായി, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവരിപ്പം ഏകദേശം ഒരു 5 മാസത്തിനോടടുത്ത് പ്രഗ്നന്റ് ആണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഇവരെന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കണം. കാരണം ഇത്രയും നാളുമായിട്ടും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല തളർന്നു കിടക്കുന്ന ഒരു യുവതിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തണം. അടുത്ത ദിവസം വരാം എന്നും പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു സിസ്റ്റർ അവിടെ നിന്ന് പോവുകയുണ്ടായത് എന്നുള്ള കാര്യം പോലീസുകാരോട് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ അതിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. ഇവർക്ക് അറിയേണ്ടത് ഈ കൊലപാതകം ചെയ്തത് ആരാണെന്നുള്ളതും അതുപോലെ തന്നെ ഈ തളർന്നു കിടന്ന യുവതി എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ പോലീസുകാർ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയിരുന്നത്.
ആദ്യം അവരാണെങ്കിൽ വീട്ടിനടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർക്ക് മൊത്തം 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ മകന്റെ പേരാണ് റുഹുൽ അമീൻ എന്നത്. 19 വയസ്സുള്ള ഒരു യുവാവാണ് ഈ റുഹുൽ എന്ന് പറയുന്നത്. താഴെ 2 സഹോദരിമാരായിരുന്നു. അപ്പൊ ഇവരുടെ അമ്മയ്ക്ക് വീടുകളിൽ പോയുള്ള ജോലി, അതായത് വീട് പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവരുടെ അമ്മ ജോലിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവർക്ക് ആക്സിഡന്റ് പറ്റുന്നത്. അപ്പൊ ആക്സിഡന്റ് പറ്റി തളർന്നതിന് ശേഷം പെൺമക്കളെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സുബൈദയുടെ അമ്മയും അച്ഛനെയും ഏൽപ്പിക്കായിരുന്നു ഈ 2 പെൺമക്കളെ. ഇവിടെ ആണെങ്കിൽ ഈ സുബൈദയും അതുപോലെ തന്നെ റൂഹുലും അമിനുളും ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ അറിയാണ്. അപ്പം ആ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ എന്തെങ്കിലും ദേഷ്യമുള്ള ആൾക്കാരെ കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ പോലീസുകാർ ആ കുട്ടികളോട് അന്വേഷിക്കുകയാണ്. അപ്പൊ കുട്ടികൾ പറയണം അവർക്കൊന്നും അറിയില്ല. മാത്രമല്ല അങ്ങനെ അച്ഛനമ്മ ആരുമായിട്ടും വഴക്കിടുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. അവര് രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായിരുന്നു, എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. റൂബിളിന്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാലും വളരെ സമാധാനപരമായിട്ടുള്ള ഒരു പയ്യനായിരുന്നു, ആരുമായിട്ടും ബഹളത്തിനോ വഴക്കിനൊന്നും പോകത്തില്ല. മാത്രമല്ല വീടിനടുത്തുള്ള എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോയിരുന്ന ഒരു പയ്യനായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ റുഹുലിനെ കുറിച്ചും പറയാനായിട്ട്. അപ്പൊ ഇങ്ങനൊരു കുടുംബത്തെ ആരാണ് കൊലപ്പെടുത്തിയത്, എന്തിനാണ് ഇത്രയും ക്രൂരമായിട്ട് കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. മാത്രവുമല്ല പോലീസുകാർക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഇവരെങ്ങനെയാണ് പ്രഗ്നന്റ് ആയത് മാത്രമല്ല ഈ ബോഡി പോസ്റ്റ്മോർട്ടം അയച്ച സമയത്ത് ആ മരിച്ച സുബൈദയുടെ വയറ് കീറിയിട്ടുണ്ടായിരുന്നെന്നും നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വയറ് കീറിയത് ആ ഗർഭസ്ഥ ശിശുവിനെ ആ വയറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് വയറ് കീറിയാണ് ആ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാണെങ്കിൽ നമ്മൾ ആ ക്രൈം സീനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്രൈം അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ക്രൈം സ്റ്റോറി പറയുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ വയറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയുകയാണ് ഉണ്ടായത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്യാനുള്ള ഒരു മോട്ടീവ് ഈ പോലീസുകാർക്ക് കിട്ടുകയാണ്. അതായത് ഈ സുബൈദയെ ആരാണോ പ്രഗ്നന്റ് ആക്കിയത് അവര് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. കാരണം ആ വീട്ടിൽ നിന്ന് മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ വീട്ടുകാർക്ക് മറ്റാരുമായിട്ടും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആ വീട്ടുകാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അവിടെ നിന്ന് ആകെ കാണാതെ പോയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സുബൈദയുടെ വയറ്റിൽ വാർന്നുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് മാത്രമാണ് മിസ്സായിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്രൂരമായി ആരാണ് ഈ കൊലപാതകം ചെയ്തത്, ഈ തളർന്നു കിടന്ന ഈ യുവതിയോട് ഇത്രയും ക്രൂരമായിട്ട് ആരാണ് പെരുമാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുകയാണ് പോലീസുകാർ. അങ്ങനെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് ഒരു 11 മണിക്കും 11:30ക്കും ഇടയ്ക്കാണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും ആ സമയത്ത് തന്നെ ആയിരിക്കാം ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരേ സമയത്ത് ആക്രമിക്കപ്പെട്ടു എന്നാണ് ഈ അൻസിയുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. മാത്രമല്ല അവിടെ അന്വേഷിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പലരുടെയും സംസാരത്തിൽ നിന്നും മനസ്സിലായത്. അതായത് പോലീസുകാരുടെ ആ ഒരു നിഗമനവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വന്ന ആ ഒരു നിഗമനവും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ സമയം തന്നെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും ഒരു വൃദ്ധന്റെ മൊഴി അനുസരിച്ച് അന്നേ ദിവസം ഈ കൊലപാതകം നടന്ന അന്ന് രാത്രി റുഹുലിനെ ആണെങ്കിൽ ഒരു 3 മണി വെളുപ്പിനെ ഒരു 3 മണിക്ക് പുറത്തു വെച്ച് കണ്ടതായിട്ട് ഈ ഒരു വൃദ്ധൻ പോലീസുകാരോട് മൊഴി കൊടുക്കുകയാണ്. അതായത് ഈ കൊലപാതകം നടന്നിരിക്കുന്ന രാത്രി 11 മണിക്കും 11:30ക്കും ഇടയ്ക്കാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ആ ആക്രമിക്കപ്പെട്ട റുഹുൽ ഒരു വഴിയിൽ വെച്ച് ഈ ഒരു വൃദ്ധൻ കാണുന്നത്? അപ്പൊ അതൊരു സംശയം ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന റുഹുലിനെ പോലീസുകാർ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ റുഹുലിനോട് പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്, നിങ്ങളുടെ വീട്ടിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ. കാരണം ആ സമയത്തായപ്പോഴത്തേക്കും റുഹുലിന് ബോധമൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. റുഹുലിന്റെ മുറിവുകളൊന്നും അത്രയും ഗുരുതരമായിരുന്നില്ല, അദ്ദേഹത്തിരുന്ന ചതിവുകളൊന്നും തന്നെ അത്രയും വലിയ ഗുരുതരമായിരുന്നില്ല. എന്തോ വടി കൊണ്ട് അടിച്ച പാടുകളൊക്കെ ആയിരുന്നു കൂടുതലും റുഹുലിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല തലയുടെ പുറകുവശമല്ല മുൻവശമാണ് കൂടുതലായിട്ടും മുറിവേറ്റിരിക്കുന്നത്. മുഖത്ത് മറ്റുമാണ് റുഹുലിന് മുറിവേറ്റിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് മരിച്ചു കിടന്നിരുന്ന അമുലിന്റെ ശരീരത്ത് അങ്ങനെ ആയിരുന്നില്ല. അടിച്ച പാടുകൾ അമുലിന്റെ ശരീരത്തും ഉണ്ടായിരുന്നെങ്കിലും അമുലിന്റെ തലയുടെ പുറകുവശത്താണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സുബൈദ മരിച്ചിരിക്കുന്നത് കത്തി കൊണ്ട് കുത്തിയിട്ടാണ്. മാത്രവുമല്ല ഈ വയറ് കീറുന്ന സമയത്തും സുബൈദയ്ക്ക് ജീവനുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ ഇത്രയും ക്രൂരമായിട്ട് ഇവർ ആക്രമിക്കപ്പെട്ട സമയത്ത് എങ്ങനെയാണ് റുഹുല് മാത്രം ഇത്രയും നിസ്സാരപ്പെട്ട മുറിവുകൾ ഉണ്ടായതെന്നുള്ളത് പോലീസുകാർക്ക് ആദ്യമേ തന്നെ സംശയം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ വൃദ്ധന്റെ ചോദ്യം ചെയ്ത സമയത്ത് കിട്ടിയ ആ ഉത്തരവും കൂടി വെച്ചിട്ട്
പോലീസുകാർക്ക് റൂഹുലിനെ തന്നെ സംശയിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരികയാണ്. അങ്ങനെ പോലീസുകാർ റൂഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് റൂഹുൽ ആദ്യം പറയുന്നത് താൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ അതിക്രമിച്ച് കയറി വന്ന് എന്നെയും എൻ്റെ മാതാപിതാക്കളെ ആക്രമിക്കുകയായിരുന്നു. അവിടെ നടന്ന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് അടി കിട്ടി ഞാനാണെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ് ഉണ്ടായത്, പിന്നെ എനിക്ക് നടന്നൊന്നും ഓർമ്മയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ റൂഹുൽ പോലീസുകാരോട് പറയുകയാണ്. അപ്പൊ പോലീസുകാർ ചോദിക്കുകയാണ്, ശരി അന്ന് ആക്രമിച്ച സമയത്ത് റൂഹുലിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു, റൂഹുൽ എങ്ങനെയാണ് അതിനുശേഷം 3 മണിക്ക് പുറത്തേക്ക് വന്നത് എന്നുള്ള കാര്യം പോലീസുകാർ ഈ റൂഹുലിനോട് ചോദിക്കുകയാണ്. അപ്പൊ റൂഹുൽ ഞെട്ടിയിട്ട്, ഇല്ല ഞാൻ പുറത്തേക്കൊന്നും പോയിട്ടില്ല, ഞാൻ എവിടെയും പോയിട്ടില്ലായിരുന്നു, അന്ന് എനിക്ക് ആ ഒരു മർദ്ദനം കിട്ടിയ സമയത്ത് തന്നെ എന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു, ഞാൻ എവിടേക്കും പോയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ റൂഹുലാണെങ്കിൽ പോലീസുകാരോട് പറയുകയാണ്. അപ്പം പോലീസുകാർക്ക് മനസ്സിലായി, നല്ല രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും റൂഹുൽ ഉത്തരം പറയാൻ പോകുന്നില്ല, അപ്പൊ ഇത്തിരിയാണെങ്കിൽ വേറൊരു രീതിയിൽ തന്നെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ റൂഹുലിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ റുഹുൽ എന്ന് പറയുന്ന ആ ഒരു 19 വയസ്സുകാരൻ അന്ന് നടന്ന ആ ഒരു ക്രൂരത പോലീസുകാരോട് പറയുകയാണ്. അന്ന് നടന്നത് ഇതാണ്. റുഹുലിന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നേക്കാളും മുതിർന്ന സ്ത്രീകളോട് വല്ലാത്തൊരു അധിനിവേശം ആ യുവാവിനുണ്ടായിരുന്നു. അതായത് തന്നേക്കാളും മുതിർന്ന സ്ത്രീകളോട് വല്ലാത്തൊരു ആവേശത്തിലാണ് ഓരോ സ്ത്രീകളെയും നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റുഹുൽ എന്ന് പറയുന്ന വ്യക്തി, ഈ 19 വയസ്സുകാരൻ, എല്ലാ സ്ത്രീകളോടും മാന്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. കാരണം അവരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു സാഹചര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യം തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തുണ്ടായിരുന്ന മുതിർന്ന സ്ത്രീകളുമായിട്ട് ഈ റുഹുൽ വല്ലാത്തൊരു അടുപ്പം കാണിക്കുകയാണ് ഉണ്ടായത്. അവരുമായിട്ട് ആ ഒരു അടുപ്പം മുന്നോട്ട് കൊണ്ടുപോയാണ്. പല സ്ത്രീകളുമായിട്ട് അരുതാത്ത ബന്ധവും റുഹുലിന് ഉണ്ടാവുന്നുണ്ട്. അതായത് മുതിർന്ന സ്ത്രീകളോടാണ് കൂടുതലും റുഹുലിന് താല്പര്യം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റുഹുലിന്റെ അമ്മയാണെങ്കിൽ ഈ സുബൈദ ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി തളർന്നു വീഴുന്നത്. ഈ അച്ഛൻ അതിനുശേഷം ഒരു മദ്യപാനിയായി മാറുകയാണ്. കുടുംബം ഒന്നും അങ്ങനെ നോക്കത്തൊന്നുമില്ല. അപ്പം കുടുംബത്തിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് റുഹുൽ തന്നെയാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം വീട്ടിൽ നിന്നും അനിയത്തിമാരെ ആണെങ്കിൽ ഉമ്മാടെ, അതായത് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അപ്പൊ വീട്ടിൽ പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ റുഹുളാണ് ഈ സുബൈദയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. മാത്രമല്ല വീട്ടിലുള്ള മറ്റു കാര്യങ്ങളും ഈ റുഹുൽ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരികയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റുഹുലിനാണെങ്കിൽ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ തന്റെ അത്തരത്തിലുള്ള മനോവൈകല്യങ്ങൾ പുറത്തുപോയി തീർക്കാനോ ഒന്നും തന്നെ ഒരു സമയം ഈ റുഹുലിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് റുഹുൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്റെ അമ്മ എന്തായാലും തളർന്നു കിടക്കുകയാണ്, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് തന്റെ ആ ഒരു മനോവൈകല്യം അല്ലെങ്കിൽ ആ ഒരു പൈശാചികത ഈ റുഹുൽ കാണിക്കുന്നത് അമ്മയോടാണ്. അങ്ങനെ റുഹുലിൽ നിന്നാണ് ഈ അമ്മ പ്രഗ്നന്റ് ആവുന്നത്. പക്ഷെ ഇതൊന്നും റുഹുലിന് അറിയുകയില്ലായിരുന്നു. അന്ന് അൻസി വന്ന് വീട്ടിൽ വന്ന് ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രഗ്നന്റ് ആണ് സുബൈദ എന്നുള്ളൊരു കാര്യം ഈ അൻസി വഴി ഈ അച്ഛൻ അറിയുന്നത്. അപ്പോൾ അച്ഛന് വല്ലാത്തൊരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. കാരണം പല രാത്രികളിലും മദ്യപിച്ചാണ് ഈ അമിനുൽ ഉറങ്ങുന്നത്. അപ്പം ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും പല സമയത്ത് എഴുന്നേൽക്കും. ഇവർ രണ്ടുപേരും സ്വീകരണ മുറിയിലാണ് കിടക്കുന്നത്. ഈ അമിനുലും റൂഹുലും രണ്ടുപേരും സ്വീകരണ മുറിയിലാണ് കിടക്കുന്നത്. പലപ്പോഴും മദ്യത്തിന്റെ മയക്കത്തിൽ കിടക്കുന്ന അമിനുൽ ഇടയ്ക്ക് ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് പല സമയത്തും മകനെ ആണെങ്കിൽ തന്റെ അടുത്ത് കിടക്കുന്ന മകനെ കാണാറില്ല. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ഈ അമിനുൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്ന് ഈ സംഭവം നടക്കുന്ന മാർച്ച് മാസം 15-ാം തീയതി രാത്രി, 16-ാം തീയതിയാണ് പോലീസുകാർ വിവരം അറിയുന്നത്. മാർച്ച് മാസം 15-ാം തീയതി രാത്രി ഈ പതിവ് പോലെ അമിനുൽ വന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഈ റൂഹുൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ്. പോയതിനു ശേഷം താൻ ഇന്നും ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് വെച്ച് അമിനുൽ അവിടേക്ക് എഴുന്നേറ്റ് വരികയാണ് ഉണ്ടായത്. കാരണം അമിനുൽ നേരത്തെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമിനുൽ അന്ന് ആ ഒരു സമയത്ത് ആ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അമിനുൽ കാണുന്ന കാഴ്ച അമ്മയുമായിട്ട് അരുതാത്ത ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന മകനെയാണ്. ദേഷ്യം വന്ന അമിനുൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കയ്യിൽ കിട്ടിയ ഒരു വടി വെച്ചിട്ട് ഈ റൂഹുലിനെ ആക്രമിക്കുകയാണ്. മാത്രമല്ല പോലീസിൽ കേസ് കൊടുക്കും, നിന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും, എന്താ പറയുക ഞാൻ അങ്ങനെ വിട്ടുകളയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റുഹുലിനെ വല്ലാതെ മർദ്ദിക്കുകയാണ് ഈ അമിനുൽ ചെയ്യുന്നത്. ഈ മർദ്ദനത്തിനൊടുവിൽ ഈ റുഹുൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അമിനുലിന്റെ കയ്യിൽ നിന്നും വടി പിടിച്ചു വാങ്ങിയതിനു ശേഷം തിരിച്ച് അമിനുലിനെ തന്നെ റുഹുൽ അടിക്കുകയാണ് ഉണ്ടായത്. കാരണം ഒന്ന് അമിനുലാണെങ്കിൽ മദ്യത്തിന്റെ ആ ഒരു ലഹരിയിൽ നിൽക്കുകയാണ്. തനിക്ക് എന്താ ചെയ്യുന്നതെന്നും സത്യം പറഞ്ഞ അമിനുലിന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റുഹുൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ വടി വാങ്ങിച്ച് തിരിച്ചു പിടിച്ച് അമിനുലിനെ അടിക്കുകയാണ്. അടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ തലക്കിട്ട് ഒരുപാടധികം അടിക്കുന്നുണ്ട്. അടിയുടെ ആ ഒരു ആഘാതത്തിൽ അമിനുൽ മരിച്ചു വീഴുകയാണ്.
അങ്ങനെ സ്വീകരണ മുറിയിൽ മരിച്ചു വീണ സമയത്ത് ഈ അമിനുൾ പറയുന്നുണ്ടായിരുന്നു, നിന്റെ അമ്മ പ്രഗ്നന്റ് ആണ്, നാളെ ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വരും, അവർ പരിശോധിക്കുന്ന സമയത്ത് നീ കുടുങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അമിനുൾ ആണെങ്കിൽ ഈ ആക്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് റുഹുലിനോട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട റുഹുൽ ഈ അച്ഛനെ മർദ്ദിച്ച് അവിടെ അവശനാക്കി ഇട്ടതിന് ശേഷം അടുക്കളയിലേക്ക് പോയി ഒരു കത്തി കൊണ്ട് വന്നതിന് ശേഷം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. മാത്രവുമല്ല, ഈ വെളിയിലേക്ക് ഈ 3 മണി സമയത്ത് ഈ അമിനുൾ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായിരുന്നു. അതിന് ഈ അവിടെയുള്ള നായകൾക്ക് ഭക്ഷിക്കാനായിട്ട് ഇട്ടുകൊടുത്തിട്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ റുഹുൽ തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം തന്റെ ശരീരത്തിന് കുറച്ച് മുറിവുകളൊക്കെ ആക്കിയതിന് ശേഷം ബോധമില്ലാത്തതുപോലെ റുഹുൽ അവിടെ കിടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കിടക്കുന്ന റുഹുലിനെ ആയിരുന്നു ഈ പോലീസുകാരെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ഇത്രയും സംഭവങ്ങളായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വല്ലാത്തൊരു ക്രൂരമായിട്ടൊരു കൊലപാതകമാണ്. അതായത് ഈ കാമം അല്ലെങ്കിൽ ഈ ലൈംഗിക ആസക്തി പലർക്കും തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള മനോവൈകല്യമാണ് ഇവർ കാണിക്കാറുള്ളത്. നമുക്ക് ചുറ്റുപാടും ഇങ്ങനത്തുള്ള ഒരുപാടധികം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്രൈമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.